നിങ്ങൾ ഒരിക്കലെങ്കിലും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി സിനിമയാണ് 1994 പുറത്തിറങ്ങിയ ദ ഷോഷാങ്ക് റിഡംഷൻ. ഒരുപാട് അവാർഡുകളാണ് ഈ സിനിമക്ക് ലഭിച്ചിട്ടുള്ളത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് ഒക്കെയാണ് ഈ സിനിമയിലുള്ളത്. ഈ കഥ നടക്കുന്നത് വർഷം 1947 വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാങ്കറാണ് ആൻഡി ഡുഫ്രെയിൻ എന്ന നമ്മുടെ കഥയിലെ നായകൻ. ആൻഡി കാറിൽ മദ്യപിച്ചിട്ട് ഒരു തോക്കും പിടിച്ച് സങ്കടത്തോടെ ഇരിക്കുന്നത് കാണാം. അടുത്ത സീനിൽ ആൻഡി കോടതിയിലാണുള്ളത്. തന്റെ ഭാര്യ തന്നെ ഒരു ഗോൾഫ് പ്ലെയറുമായി ചതിക്കുകയാണ് എന്ന് ആൻഡി കണ്ടെത്തി. അങ്ങനെ അവരെ രണ്ടുപേരും വെടിവെച്ച് കൊന്നതാണ് ആൻഡിയുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം. എന്നാൽ ആൻഡി കോടതിയോട് പറയാണ്, ഞാൻ എന്റെ ഭാര്യയും അവളെ കാമുകനെയും ഒന്നിച്ച് കിടക്കയിൽ കണ്ടു എന്നത് നേരാണ്. എന്നാൽ ഞാനല്ല അവരെ വെടിവെച്ച് കൊന്നത്. എന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. വെടിവെച്ച് കൊല്ലണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ എന്നെ കൊണ്ട് അതിനു പറ്റില്ല. ഞാൻ എന്റെ തോക്ക് അവിടെയുള്ള തടാകത്തിൽ വലിച്ചെറിഞ്ഞു. എന്നാൽ പോലീസ് ആ തടാകത്തിൽ 3 ദിവസം ആൻഡിയുടെ തോക്ക് അന്വേഷിച്ചെങ്കിലും ആ തോക്ക് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതേപോലെ ആൻഡിയുടെ കയ്യിലുള്ള തോക്കിന്റെ ബുള്ളറ്റ് തന്നെയാണ് കൊല്ലപ്പെട്ട 2 പേരുടെയും മൃതദേഹത്തിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിൽ ലഭിച്ചത്. താൻ കൊന്നിട്ടില്ല എന്ന് ആൻഡി വളരെ സീരിയസ് ആയിട്ട്, ഭയത്തോടെയല്ല എന്നാൽ സീരിയസ് ആയിട്ട് കോടതിയോട് പറഞ്ഞെങ്കിലും തെളിവുകളും ഫിംഗർ പ്രിന്റ്സും പൊട്ടിയ മദ്യക്കുപ്പിയുടെ കഷ്ണങ്ങളും അങ്ങനെ എല്ലാ തെളിവുകളും ആൻഡിക്ക് എതിരാണ്. അങ്ങനെ കോടതി ആൻഡിക്ക് 2 ലൈഫ് സെന്റൻസ് ആണ് വിധിച്ചത്. അതായത് ജീവിതകാലം മുഴുവനും ആൻഡി ഇനി ജയിൽ ശിക്ഷ അനുഭവിക്കണം. അതും ഒഹായോയിൽ സ്ഥിതി ചെയ്യുന്ന ഷോഷാങ്ക് പ്രിസണിൽ. അടുത്ത സീനിൽ കാണിക്കുന്ന ഇദ്ദേഹമാണ് റെഡ്. 20 വർഷമായി റെഡ് ഷോഷാങ്ക് ജയിലിൽ കിടക്കുന്നു. അപ്പോ ഓരോ 5-10 വർഷം കൂടുമ്പോഴും ജയിലിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. ആ ഇന്റർവ്യൂവിൽ അവര് ഈ ജയിൽ പുള്ളികളോട് നിങ്ങൾക്ക് കുറ്റബോധമുണ്ടോ, നിങ്ങൾ റീഹാബിലേറ്റഡ് ആണോ എന്നൊക്കെ ചോദിക്കും. അവരങ്ങനെ അതിന് മറുപടി കൊടുക്കും. അതിൽ നിന്ന് അവരെ ജയിൽ മോചിതനാക്കണോ അതോ റിജക്ട് ചെയ്യണോ എന്നൊക്കെ ആ ഓഫീസേഴ്സ് തീരുമാനിക്കും. വല്ല കാര്യമൊന്നുമില്ല, കാരണം എന്തായാലും അവന്മാര് റിജക്ട് തന്നെ ചെയ്യും. അപ്പോ 20 വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന റെഡിനോട് അതൊക്കെ ചോദിച്ചപ്പോൾ റെഡിന്റെ മറുപടി, അതെ സർ, എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. ഞാൻ റീഹാബിലേറ്റഡ് ആയി. ഞാൻ ഒരുപാട് മാറി. ഞാൻ സമൂഹത്തിന് ഇനി അപകടകാരിയല്ല. അപ്പോ ഇതൊക്കെ റെഡ് പറഞ്ഞു. അവര് റെഡിനെ റിജക്ട് ചെയ്തു. അപ്പോ റെഡിന് അതൊന്നും വലിയ കാര്യമല്ല, കാരണം റെഡിന് ഓൾറെഡി അറിയാം ഈ ഇന്റർവ്യൂ ഒക്കെ വെറുതെയാണ്. എന്തായാലും അവന്മാര് ജയിലിൽ നിന്ന് വിട്ടയക്കാൻ പോകുന്നില്ല എന്ന്. ഒരിക്കൽ ഈ ജയിലിൽ അടക്കപ്പെട്ടാൽ പിന്നെ ഒരു തിരിച്ചുപോക്കില്ല. അഥവാ പോകുന്നുണ്ടെങ്കിൽ തന്നെ മുതുക്കിളവനായിട്ടായിരിക്കും. അതിനേക്കാൾ നല്ലത് ഈ ജയിൽ തന്നെ കിടന്ന് ചാവുന്നതാണ്. ഇനി റെഡ് മച്ചാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ജയിലിലെ ജയിൽ പുള്ളികളുടെ ഇടയിൽ നല്ല സ്വാധീനമുള്ള ജയിൽ പുള്ളി തന്നെയാണ് റെഡ് മച്ചാൻ. അതിന് കാരണം ജയിലിന്റെ അകത്ത് എന്ത് സാധനവും അങ്ങേർക്ക് കടത്തി കൊണ്ടുവരാൻ കഴിയും. അതിന് അദ്ദേഹത്തിന് കമ്മീഷനും കിട്ടും. സോ ജയിൽ പുള്ളികൾക്ക് മദ്യം, സിഗരറ്റ്സ് ഒക്കെ കടത്തി എത്തിച്ചു കൊടുക്കുന്നത് റെഡ് മച്ചാനാണ്. അങ്ങനെ റെഡിന്റെ പരോളൊക്കെ റിജക്ട് ആയതിനു ശേഷം മറ്റു ജയിൽ പുള്ളികളോട് സംസാരിച്ച് വരുമ്പോഴാണ് ജയിൽ സൈറൻ അടിക്കാൻ തുടങ്ങിയത്. അതായത് പുതിയതായി ജയിലിലേക്ക് വരുന്ന ജയിൽ പുള്ളികളെ അവര് കൊണ്ടുവരുന്നതാണ് സംഭവം. അങ്ങനെ വർഷം 1947 നമ്മുടെ കഥാനായകൻ ഷോഷാങ്ക് പ്രിസണിൽ എത്തുകയാണ്. പുതുതായി ജയിലിൽ വരുന്നവരൊക്കെ അവിടെയുള്ള ജയിൽ പുള്ളികൾ ഒച്ചയുണ്ടാക്കി ജയിലിലേക്ക് സ്വാഗതം ചെയ്യും. അങ്ങനെ പുതുതായി ജയിൽ എത്തിയവരൊക്കെ വരിയായി ജയിലിലേക്ക് കയറുകയാണ്. അപ്പോ ഈ പുതുതായി വന്ന ജയിൽ പുള്ളികളെ സെലക്ട് ചെയ്ത് നമ്മുടെ റെഡും ഗാങ്ങും ബെറ്റ് വെക്കുന്നത് കാണാം. അതായത് അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് അവരുടെ മേൽ ബെറ്റ് വെക്കും. എന്തിനാണ് ഈ ബെറ്റ് എന്നൊക്കെ നിങ്ങൾ പിന്നീട് അറിയും. എന്തായാലും റെഡ് സെലക്ട് ചെയ്തത് നമ്മുടെ ഹീറോ ആയ ആന്റീനെയാണ്. അതേപോലെ ഹേവുഡ് എന്ന ഈ ജയിൽ പുള്ളി സെലക്ട് ചെയ്തത് ഒരു തടിയനായ ഇദ്ദേഹത്തെയാണ്. സോ ഞാൻ ബോഡി ഷെയിം ചെയ്യുന്നതല്ല. ഈ കഥാപാത്രത്തെ സിനിമയിൽ ഫാറ്റ് ആസ് എന്നാണ് അവര് വിളിക്കുന്നത്. അദ്ദേഹത്തിന് ശരിക്കുമുള്ള പേര് ഈ സിനിമയിൽ പറയുന്നുമില്ല. എനിവേസ് ഹേവുഡ് സെലക്ട് ചെയ്തത് തടിയനെയാണ്. സിഗരറ്റ്സ് ആണ് ഇവര് ബെറ്റ് വെക്കുന്നത്. ഓക്കെ, എന്തായാലും പുതുതായി ജയിലിൽ വന്ന ജയിൽ പുള്ളികൾ മാത്രം അകത്തേക്ക് കയറിയിട്ടുണ്ട്. സോ ഇദ്ദേഹമാണ് ജയിൽ വാർഡനായ നോർട്ടൺ. നോർട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളൊരു ക്രൂരനാണെങ്കിലും ബൈബിൾ എന്ന് പറഞ്ഞാൽ നോർട്ടന് ഭയങ്കര കാര്യമാണ്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം ബൈബിൾ ആണ്. ബൈബിൾ വചനങ്ങളൊക്കെ അദ്ദേഹത്തിന് കാണാപ്പാടമാണ്. ജയിൽ പുള്ളികളോട് ബൈബിൾ വായിക്കണമെന്നും ഡിസിപ്ലിൻ വേണം എന്നൊക്കെ നോർട്ടൺ പറയുന്ന ആ സമയത്താണ് ഒരു ജയിൽ പുള്ളി, സാറേ ഞങ്ങൾക്ക് എപ്പോഴാ ഭക്ഷണം തരുക, ഭക്ഷണത്തിന് സമയം എപ്പോഴാണ് എന്ന് ചോദിച്ചത്. അപ്പോഴാണ് ക്രൂരനായ ഈ ക്യാപ്റ്റൻ ആ ജയിൽ പുള്ളിയെ ക്രൂരമായി ഇടിച്ചത്. ഞങ്ങൾ പറയുമ്പോൾ നീ ടോയ്ലറ്റിൽ പോവും, ഞങ്ങൾ പറയുമ്പോൾ നീ തിന്നും എന്നൊക്കെ പറയാണ് അദ്ദേഹം. അപ്പോ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവന്മാരെ നോർട്ടണ് ഷോഷാങ്ക് പ്രിസണിലേക്ക് സ്വാഗതം ചെയ്തു. ഈ ജയിലിലെ ആദ്യത്തെ ദിവസമാണ് ഏറ്റവും കഠിനമായിട്ടുള്ളത്. പൈപ്പിൽ അവരുടെ മേൽ വെള്ളം അടിച്ച് ഒരു വെള്ളപ്പൊടിയിടും. എന്നിട്ട് അവരെ നഗ്നരാക്കിയിട്ട് കയ്യിൽ വസ്ത്രവും ബൈബിളും പിടിച്ചുകൊണ്ട് അവരെ അവരുടെ സെല്ലിലേക്ക് കൊണ്ടാക്കും. അങ്ങനെ പോകുന്ന സമയത്തൊക്കെ ഈ പുതിയ ജയിൽ പുള്ളികളുടെ മനസ്സിൽ സങ്കടവും പേടിയും അതേപോലെ കുറ്റം
ചെയ്തവരാണെങ്കിൽ അവരുടെ മനസ്സിൽ കുറ്റബോധം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം ഇനിയുള്ള കാലം ഈ ജയിലിലെ കഴിയേണ്ടത്. ഓക്കെ, ഇനി എന്തിനാണ് നേരത്തെ റെഡും ഗാങ്ങും ബെറ്റ് വെച്ചത് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഈ പുതുതായി വന്ന ജയിൽ പുള്ളികളിൽ നിന്ന് ഉറപ്പായിട്ടും ഒരാളെങ്കിലും ആദ്യത്തെ രാത്രി സെല്ലിൽ നിന്ന് പൊട്ടിക്കരയും. അത് ആരായിരിക്കും എന്നാണ് അവര് ബെറ്റ് വെച്ചത്. സോ ആ തടിയന്റെ മേൽ ബെറ്റ് വെച്ചത് ഹേവുഡ് ആണ്. അതേപോലെ ആ തടിയന് രാത്രി കരയാനായി തുടങ്ങി. എനിക്ക് എന്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം, ഞാൻ ഇവിടെ എത്തേണ്ടവനല്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പ്ലീസ് എന്നെ ഒന്ന് മോചിപ്പിക്കൂ, ഞാൻ പാവമാണ് എന്നൊക്കെ പറഞ്ഞാണ് ആ തടിയൻ കരയാനായി തുടങ്ങിയത്. അപ്പോ തടിയന്റെ കരച്ചിൽ കേട്ടപ്പോ ഹേവുഡിന് സന്തോഷമായി. കാരണം ഹേവുഡ് ആണല്ലോ അദ്ദേഹത്തിന്റെ മേൽ ബെറ്റ് വെച്ചത്. തടിയൻ കരയുമ്പോൾ മറ്റു സെല്ലിലെ ആൾക്കാർ അദ്ദേഹത്തെ വളരെ മോശമായിട്ട് കൈമുട്ടി കളിയാക്കുന്നുമുണ്ട്. അങ്ങനെ ഒച്ചയും ബഹളവും കേട്ട് ക്യാപ്റ്റൻ അവിടെ എത്തി. നീ എന്തിനാടാ തടിയ കരയുന്നത് എന്നൊക്കെ രണ്ട് തെറിയൊക്കെ പറഞ്ഞ് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇതേ കാര്യം, അതായത് സർ ഞാൻ നിരപരാധിയാണ്, എനിക്ക് പുറത്തേക്ക് പോകണം എന്നൊക്കെ അദ്ദേഹം പറയാണ്. അപ്പൊ ക്യാപ്റ്റന് സെല്ല് തുറന്ന് ആ തടിയനെ പുറത്ത് വലിച്ചിട്ട് വളരെ ക്രൂരമായിട്ട് തന്നെ ഇടിക്കുകയാണ്. അപ്പൊ അത് കണ്ടപ്പോ ഹേവുഡിനും റെഡിനും ഒക്കെ ഭയങ്കരമായിട്ട് സങ്കടമായി. അടുത്ത ദിവസം രാവിലെ ബെല്ലടിച്ചു. ബെല്ലടിക്കുമ്പോൾ എല്ലാവരും പെട്ടെന്ന് സെല്ലിന്റെ പുറത്തേക്ക് ഭക്ഷണം കഴിക്കാനായി ഇറങ്ങണം. ലേറ്റ് ആയാലും തുരുതുരാ ഇടികിട്ടും. അപ്പൊ ഇവിടെ ആന്റിയെ നോക്കുകയാണെങ്കിൽ മൂപ്പര് ഒരു വികാരവുമില്ലാതെ കല്ലുപോലെ നിൽക്കുന്നത് കാണാം. അപ്പൊ ആന്റി കരയും എന്ന് പറഞ്ഞാണ് റെഡ് ബെറ്റ് വെച്ചത്. എന്നാൽ ആന്റി ആള് വളരെ കട്ടി മനസ്സുള്ള, അഥവാ ആന്റിയുടെ മൈൻഡിലേക്ക് കൂടി വേറെ എന്തൊക്കെയോ ചിന്തകൾ പോകുന്നുണ്ട് എന്ന് റെഡിന് മനസ്സിലായി. ആന്റി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് ആന്റിക്ക് തന്റെ ഭക്ഷണത്തിൽ നിന്ന് ഒരു പുഴുവിനെ കിട്ടി. അപ്പൊ ഈ പ്രായമായ ആളൊരു പാവമാണ്. അദ്ദേഹത്തിന്റെ പേര് ബ്രൂക്സ് എന്നാണ്. അപ്പൊ ബ്രൂക്സ് അപ്പൂപ്പൻ ആന്റിയോട് ആ പുഴുവിനെ എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. ആന്റി ആ പുഴുവിനെ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹത്തിന്റെ ജാക്കറ്റിന്റെ അകത്ത് ഒരു കുട്ടി പക്ഷിയുണ്ട്. ഇവനെ ഇവന്റെ അമ്മ ഉപേക്ഷിച്ചതാണ്. ഇവൻ വലുതായാൽ ഞാൻ ഇവനെ ഫ്രീ ആയി പറത്തുമെന്നും പറഞ്ഞ് ജാക്ക് എന്ന പേരുള്ള ബ്രൂക്സ് അപ്പൂപ്പൻ വളർത്തുന്ന പക്ഷിക്ക് ആ പുഴുവിനെ കൊടുക്കുകയാണ്. സോ ഇവിടെ ഹേവുഡ് സന്തോഷത്തോടെ വരികയാണ്. കാരണം ഹേവുഡ് ആണ് ബെറ്റിൽ ജയിച്ചത്. ബെറ്റ് പറഞ്ഞുറപ്പിച്ചതുപോലെ എല്ലാവരും ഹേവുഡിന് സിഗരറ്റ്സ് കൊടുക്കുകയാണ്. ഹേവുഡ് അതേപോലെ എവിടെ എന്റെ തടിയൻ എവിടെ, അവനെ കണ്ടിട്ടില്ലല്ലോ എന്ന് മറ്റൊരു ജയിൽ പുലിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ് അവൻ ഇന്ന് രാവിലെ ചത്തു. അമ്മാതിരി അടിയല്ലേ ക്യാപ്റ്റൻ അവനെ അടിച്ചത്. അപ്പൊ അത് കേട്ടപ്പോ അവരെല്ലാവരും സൈലന്റ് ആയി. സോ ഇതാണ് ഈ ജയിലിലെ അവസ്ഥ. അവിടുത്തെ ജയിലേഴ്സ് ജയിൽ പുള്ളികളെ അടിച്ചു കൊന്നാലും ആരും ചോദിക്കാൻ വരത്തില്ല ഗൈസ്. പിന്നെ ജയിലിൽ എല്ലാവരും ഒരുമിച്ചാണ് നഗ്നരായി കുളിക്കുന്നത്. അപ്പോ നമ്മുടെ ഹീറോ കുളിക്കുന്ന സമയത്താണ് ഒരു നരമ്പൻ, ഈ നരമ്പന്റെ അഥവാ ഈ ചൊറിയന്റെ പേര് ബോക്സ് ഡയമണ്ട് എന്നാണ്. അപ്പൊ ബോക്സ് ആന്റിയോട് തന്നെ ഒന്ന് സുഖിപ്പിക്കുക എന്ന് പറഞ്ഞാണ് വന്നത്. എന്നാൽ ആന്റി ആ ചൊറിയനെ മൈൻഡ് ചെയ്യാതെ അവിടുന്ന് പോയി. ആന്റി പോയതിനു ശേഷം ചൊറിയൻ പറയാണ് നിന്നെ ഒരിക്കൽ ഞാൻ എന്തായാലും എടുക്കുമെന്ന്. സോ ജയിലിൽ നിന്ന് ആന്റി ആരോടും സംസാരിക്കാറില്ല, ഭയങ്കര സീരിയസ് ആയിട്ടാണ് നടത്തം. എന്നാൽ ആദ്യമായി ആന്റി സംസാരിച്ചത് റെഡിനോടാണ്. ഹേയ് എന്റെ പേര് ആന്റി എന്നാണ്. ആ അറിയാം, ഭാര്യയെ കൊന്ന ബാങ്കർ അല്ലേ? ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഞാൻ ഇന്നസെന്റ് ആണ്. ഈ ജയിലിൽ കുറ്റബോധമുള്ളത് ആകെ എനിക്ക് മാത്രമാണ്, ബാക്കി എല്ലാവരും ഇന്നസെന്റ് ആണ്. അങ്ങനെ അവര് പറയത്തുള്ളൂ, ആരും അവരുടെ കുറ്റം സമ്മതിക്കത്തില്ല എന്ന് റെഡ് പറയുകയും അതേപോലെ അത് തെളിയിക്കാനേ ഒരുത്തനോട് ഡാ നീ എങ്ങനെയാ ഈ ജയിലിൽ എത്തിയത് എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നെ എന്റെ വക്കീല് ചതിച്ചതാണ് എന്ന് മറുപടി കൊടുത്തു. അതായത് എല്ലാവരും സ്വയം നിരപരാധികളാണ് എന്നാണ് പറയുന്നത്. സോ ആന്റി റെഡിന്റെ അടുത്തേക്ക് വന്നത് ഒരു ആവശ്യത്തിനായിട്ടാണ്. അതായത് ആന്റി റെഡിനോട് പറയാണ് ഞാൻ കേട്ടു താങ്കളാണ് ഈ ജയിലിലേക്ക് പല വസ്തുക്കളും കടത്തി എത്തിക്കുന്നത്. എനിക്ക് ഒരു സാധനം വേണം, റോക്ക് ഹാമർ. റോക്ക് ഹാമറോ? അതെന്താ സാധനം? അതൊരു 5-6 ഇഞ്ചസ് മാത്രം വലുപ്പമുള്ള മുട്ടിയാണ്. നിനക്കെന്തിനാണത്? ആരെങ്കിലും തലക്കടിച്ച് കൊല്ലാനാണോ? അതിന് എനിക്ക് ഈ ജയിലിൽ ശത്രുക്കൾ ആരുമില്ല, പിന്നെന്തിനാ സെല്ലിൽ ടണലാക്കി രക്ഷപ്പെടാനോ? റോക്ക് ഹാമർ ചെറിയ ഒരു ഹാമർ ആണ്, അത് വെച്ച് ടണൽ ഉണ്ടാക്കാനൊന്നും സാധ്യമല്ല. എനിക്ക് കല്ലുകൾ കൊണ്ട് പ്രതിമകളും മിനിയേച്ചർ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, അതെന്റെ ഒരു ഹോബിയാണ്. അതിനു വേണ്ടിയാണ് എനിക്ക് റോക്ക് ഹാമർ. താങ്കൾ അതെനിക്ക് എത്തിച്ചു തന്നാൽ താങ്കൾ പറയുന്ന കമ്മീഷൻ ഞാൻ തരാം എന്ന് റെഡിനോട് ആന്റി പറഞ്ഞു. എന്തായാലും ആന്റിയുടെ സംസാരവും പെരുമാറ്റവും അതേപോലെ സ്വഭാവ രീതിയൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. റെഡിനെ ആന്റി തുടക്കത്തിൽ നിന്ന് ഇഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ആന്റിയുടെ ആവശ്യം പോലെ റെഡ് ജയിലിന്റെ അകത്തേക്ക് റോക്ക് ഹാമർ എത്തിച്ചിട്ടുണ്ട്. അത് വന്നത് ചെറിയ ഒരു എൻവലപ്പിലായിട്ടാണ്. അപ്പൊ ഇത് വെച്ച് ടണൽ ഉണ്ടാക്കി രക്ഷപ്പെടണമെങ്കിൽ 600 വർഷമെങ്കിലും എടുക്കും. ബ്രൂക്സ് അപ്പൂപ്പൻ എന്ന ജയിൽ പുള്ളിയാണ് ജയിലിലെ ലൈബ്രറി നോക്കി നടത്തുന്ന ആള്. അപ്പൊ അദ്ദേഹം സെല്ലിലേക്ക് ബുക്സ് കൊണ്ടെത്തിക്കുമ്പോൾ റെഡ് ആന്റിക്ക് ഇത് ഡെലിവർ ചെയ്യണമെന്ന് ബ്രൂക്സ് അപ്പൂപ്പനോട് പറഞ്ഞു. അപ്പൂപ്പൻ അങ്ങനെ ആന്റിക്ക് ആ റോക്ക് ഹാമർ സെല്ലിലേക്ക് എത്തിച്ചു കൊടുത്തു. ഒരു ദിവസം ആന്റി ഒറ്റയ്ക്ക് ലോണ്ടറി റൂമിൽ കയറിയപ്പോൾ അവിടെ ആ ചൊറിയനും ഗാങ്ങും വന്നു. എന്നിട്ട് അവര് ക്രൂരമായി തന്നെ ആന്റിയെ ഉപദ്രവിക്കുകയും ചെയ്തു. അങ്ങനെ ആന്റിയുടെ ജയിലിൽ ആദ്യത്തെ 2
2 വർഷവും നരകം പോലെയായിരുന്നു. കാരണം ഈ ചൊറിയനും ഗ്യാങ്ങും നിരന്തരമായി ആൻഡിയെ ജയിലിൽ നിന്ന് ഉപദ്രവിക്കുമായിരുന്നു. വർഷം 1949 ജയിലിന്റെ റൂഫ് ടോപ്പിൽ പണി നടക്കുന്ന സമയമാണ്. അവിടെ ജോലിക്കാരായി 100 ജയിൽ പുള്ളികളെ അവര് തിരഞ്ഞെടുത്തു. അതിൽ ആൻഡിയും റെഡും ഗ്യാങ് ഒക്കെ ഉണ്ട്. സോ ഇവിടെ ഇവര് റൂഫ് ടോപ്പ് ടാർ ചെയ്ത സമയത്താണ് അവിടെ ക്യാപ്റ്റൻ മറ്റു ഓഫീസേഴ്സിനോട് തന്റെ സഹോദരൻ മരണപ്പെട്ട വാർത്ത പറഞ്ഞത്. സഹോദരന്റെ സ്വത്തൊക്കെ ഇനി ക്യാപ്റ്റന് കിട്ടും. എന്നാൽ അത് എന്താണ് ചെയ്യുക എന്ന് അദ്ദേഹത്തിന് ഒരു ഐഡിയയുമില്ല. കാരണം ഒടുക്കത്തെ ടാക്സ് ആണ്. അങ്ങനെ അത് തന്റെ പേരിലേക്ക് ആക്കിയാലും വലിയ ടാക്സ് തന്നെ ക്യാപ്റ്റൻ അടക്കണം. അപ്പോ ഈ സംഭാഷണം കേട്ട് ആൻഡി ക്യാപ്റ്റന്റെ അടുത്തേക്ക് പോയിട്ട്, സർ, താങ്കൾക്ക് താങ്കളുടെ ഭാര്യയെ വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നീ ആരാണ് എന്നോട് അതൊക്കെ ചോദിക്കാൻ എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ആൻഡിയെ റൂഫ് ടോപ്പിൽ നിന്ന് താഴെ ഇട്ട് അപകടം മരണമായി വരുത്തി തീർക്കാനായി പോവുകയാണ്. എന്നാൽ ആൻഡി അപ്പോ പറയാണ്, സാർ, ഞാൻ പറഞ്ഞത് കേൾക്കൂ. സാർ, ആ പണമൊക്കെ ഭാര്യയുടെ പേരിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താൽ സാർ ഒറ്റ പൈസ പോലും ടാക്സ് ആയിട്ട് കൊടുക്കേണ്ട. സാറിന് എന്നെ വിശ്വാസമില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സാറിന് എവിടെ വേണമെങ്കിലും അന്വേഷിക്കാം. സാറിന് വേണമെങ്കിൽ അതിന്റെ എല്ലാ പേപ്പർ വർക്ക്സും ഞാൻ ചെയ്തു തരാം. പക്ഷെ അതിനു പകരമായിട്ട് എന്റെ കൂടെ ജോലി ചെയ്യുന്ന മെയ്റ്റ്സിന് ജോലിയുള്ള എല്ലാ ദിവസവും ബിയർ മേടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ആ ദിവസം നമ്മുടെ ആൻഡി ശരിക്കും എല്ലാവരുടെയും മുന്നിൽ ഒരു ഹീറോ തന്നെ ആയി. ആൻഡിയുടെ ആവശ്യം പോലെ തന്നെ ജയിലിൽ കൂടെ ജോലി ചെയ്യുന്ന ജയിൽ മേറ്റ്സിനൊക്കെ അവര് ഡെയിലി ബിയർ മേടിച്ചു കൊടുക്കും. അതേപോലെ ക്രൂരനായ ക്യാപ്റ്റൻ ഇപ്പോൾ അവരോട് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുമുണ്ട്. കാരണം വലിയ തുക ടാക്സ് അടക്കുന്നതിൽ നിന്നാണല്ലോ ബാങ്കറായ ആൻഡി ഐഡിയ പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തെ രക്ഷിച്ചത്. ഹേവുഡ് ആൻഡിക്ക് ബിയർ കൊടുത്തപ്പോൾ ഞാൻ കുടി നിർത്തി എന്നാണ് ആൻഡി പറഞ്ഞത്. എന്തായാലും അവർക്കൊക്കെ ഇപ്പോ ആൻഡിയെ ഭയങ്കരമായി ഇഷ്ടമായിട്ടുണ്ട്. സോ ഇവിടെ ഒരു ദിവസം ആൻഡിയും റെഡും ഒരു ബോർഡ് ഗെയിം കളിക്കുമ്പോൾ ആൻഡി റെഡിനോട് പറയാണ്, എനിക്ക് ചെസ് കളിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് എന്ന്. എനിക്ക് ചെസ് പീസസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് പെബിൾസ് കളക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ റോക്സ് ഇവിടുന്ന് കിട്ടാൻ കുറച്ച് പാടാണ്. അത് കിട്ടിയാൽ ഞാൻ ചെസ് പീസസ് ഉണ്ടാക്കും. ആൻഡി, ഞങ്ങൾ ഇപ്പോൾ നല്ല ഫ്രണ്ട്സ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നീ എന്നോട് സത്യസന്ധമായി ഒരു കാര്യം പറയണം. നീ എന്തിനാണ് അത് ചെയ്തത്? അതായത് കൊലപാതകം. ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എല്ലാവരെയും പോലെ നിരപരാധിയാണ് എന്നായിരുന്നു ആൻഡിയുടെ മറുപടി. താങ്കൾ എന്തിനാണ് ജയിലിലായത് എന്ന് റെഡിനോട് ചോദിച്ചപ്പോൾ ഈ ജയിലിൽ കുറ്റബോധമുള്ള ഏക വ്യക്തി ഞാനാണ് എന്നും ഞാൻ കൊലപാതകത്തിനാണ് ജയിലിലായത് എന്നും റെഡ് ആൻഡിയോട് പറഞ്ഞു. ആൻഡി കിടക്കുന്ന സെല്ലിന്റെ ചുമരിൽ മുൻപ് കിടന്ന ജയിൽ പുള്ളികൾ അവരുടെ പേരുകൾ ചുമരിൽ കുത്തിവെച്ചതായി ആൻഡി കണ്ടു. ആ സമയം ആൻഡി റോക്ക് ഹാമർ കൊണ്ട് ചെസ് പീസസ് ഉണ്ടാക്കുകയാണ്. ശേഷം ആൻഡിയും ചുമരിൽ ആ റോക്ക് ഹാമർ ഉപയോഗിച്ച് തന്റെ പേര് കുത്തി വരക്കുകയാണ്. സോ ഇവിടെ ഇവർ ജയിൽ പുള്ളികളൊക്കെ ഒരു സിനിമ കാണുകയാണ്. ഗ്ലിൻഡ എന്ന സിനിമ തന്നെയാണ് അവർ അധികവും കാണാറുള്ളത്. ഈ സിനിമയിലെ നായികയുടെ പേര് റീട്ട ഹേവത്ത് എന്നാണ്. അതിസുന്ദരിയായ റീട്ട ഹേവത്തിനെ കാണാൻ വേണ്ടിയാണ് അവരൊക്കെ ഈ സിനിമ അത്രയും ആകാംക്ഷയോടെ എല്ലാ തവണയും ആദ്യം കാണുന്നത് പോലെ കാണുന്നത്. അപ്പൊ അവര് ഈ സിനിമ കാണുന്ന സമയമാണ് റെഡിന്റെ അടുത്തേക്ക് ആൻഡി വന്നത്. എന്നിട്ട് റെഡിനോട്, ആൻഡി, എനിക്ക് റീട്ട ഹേവത്തിന്റെ പടം ജയിലിലേക്ക് എത്തിച്ചു തരാമോ എന്ന് ആൻഡി ചോദിച്ചു. ഞാൻ നോക്കാം എന്നും റെഡ് പറഞ്ഞു. ശേഷം അവിടുന്ന് ആൻഡി ഒറ്റയ്ക്ക് ഇറങ്ങി പോകുമ്പോൾ ആ ചൊറിയനും ഗ്യാങ്ങും നമ്മുടെ ഹീറോനെ പിടികൂടി. അവര് ആൻഡിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആൻഡി അവരെ തിരിച്ചടിച്ചു. എന്നാൽ അവസാനം അവർ ആൻഡിയെ പിടിച്ചു വെച്ച് ക്രൂരമായി തന്നെ മർദ്ദിച്ചു. ജയിലിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അവിടെ ഒരു ഇരുട്ടുള്ള ഒരു സെല്ലുണ്ട്. ആ സെല്ലിൽ ഒരാഴ്ച കിടക്കുന്നത് 1 വർഷം കിടക്കുന്നത് പോലെയാണ്. അപ്പോ ഈ ഒരു സംഭവത്തിന് ശേഷം ആൻഡി 1 മാസം ആശുപത്രിയിൽ ചികിത്സയിലായി. ചൊറിയൻ ബോക്സ് ഒരാഴ്ച ഇരുട്ടുള്ള സെല്ലിലുമായി. ഇരുട്ടുള്ള മുറിയിൽ നിന്ന് ഒരാഴ്ചക്ക് ശേഷം ഇറങ്ങിയ ബോക്സ് തിരിച്ച് തന്റെ സെല്ലിലേക്ക് പോയപ്പോൾ അവിടെ ക്യാപ്റ്റനും കുറച്ച് ഓഫീസേഴ്സും ഉണ്ട്. അവര് ബോക്സ് എന്ന ചൊറിയനെ വളരെ ക്രൂരമായിട്ട് തന്നെ മർദ്ദിച്ചു. അതിനുശേഷം ഈ ചൊറിയനെ ആ ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് മാറ്റി. അതേപോലെ അതിനുശേഷം ചൊറിയനെ എഴുന്നേറ്റ് നടന്നിട്ടുമില്ല. അമ്മാതിരി അടിയാണ് പോലീസുകാർ അടിച്ചത്. സോ എന്തിനാണ് അവര് ബോക്സിനെ അടിച്ചത് എന്ന് ചോദിച്ചാലും നമ്മുടെ ഹീറോ ക്യാപ്റ്റന്റെ ടാക്സ് സേവ് ചെയ്യാനൊക്കെ സഹായിച്ചതല്ലേ. സോ അതിന്റെയൊക്കെ പ്രത്യുപകാരമായിട്ടാണ് അവര് ബോക്സിനെ അടിച്ച് എല്ലൂരിയത്. എന്തായാലും ആൻഡി തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും അവരുടെ പ്രിയ കൂട്ടുകാരൻ തിരിച്ചു വരുമ്പോൾ അവൻ എന്തെങ്കിലും സമ്മാനം കൊടുക്കണം. അപ്പോൾ റെഡ് അവരോട് പറയണം, അവന് ചെസ് ഒരുപാട് ഇഷ്ടമാണ്. ചെസ് പീസസ് ഉണ്ടാക്കാൻ അവന് വേണ്ടി നമുക്ക് റോക്സ് കളക്ട് ചെയ്യാം. റോക്സ് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും അവരൊക്കെ കൂടി അവരുടെ പ്രിയ സുഹൃത്തിന് വേണ്ടി റോക്സ് കളക്ട് ചെയ്യുകയാണ്. ആദ്യത്തെ റോക്ക് കിട്ടിയത് നമ്മുടെ ഹേവുഡ് മച്ചാനാണ്. അതെടുത്ത് പോക്കറ്റിലിട്ടിട്ട് സന്തോഷത്തോടെ റെഡിന് അടുത്ത് പോയിട്ട് ഹേവുഡ് പറയാണ്, ദാ നോക്കി, എനിക്ക് കിട്ടി, ഞാൻ ഒരു റോക്ക് കണ്ടെത്തി. അപ്പോ അവര് ഹേവുഡിനോട് പറയാണ്, ദാ കഴുതേ, അത് റോക്കല്ല, കുതിരക്കാട്ടമാണ്. അയ്യേ. എന്തായാലും അവര് ആൻഡിക്ക് വേണ്ടി ഒരുപാട് റോക്സ് കളക്ട് ചെയ്തു വെച്ചു. ആൻഡി തിരിച്ച് സെല്ലിൽ എത്തിയപ്പോൾ ആൻഡി അന്ന് റെഡിനോട് ആവശ്യപ്പെട്ടതുപോലെ റീട്ട ഹേവത്തിന്റെ ഒരു വലിയ
പടവും റെഡ് ആൻഡിയുടെ സെല്ലിൽ എത്തിച്ചിട്ടുണ്ട്. ഈ ജയിലിൽ പെട്ടെന്ന് ചില ദിവസങ്ങളിൽ ജയിൽ വാർഡനായ നോർട്ടൺ ഇൻസ്പെക്ഷൻ നടത്തും. അതായത് ജയിൽ പുള്ളികളുടെ സെല്ലിൽ കയറി പരിശോധിക്കും. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം നോർട്ടൺ ആൻഡിയുടെ സെല്ലിൽ അന്വേഷിക്കാനായി വരികയാണ്. നിങ്ങൾ ഓർക്കണം, ആൻഡിയുടെ സെല്ലിൽ ആ റോക്ക് ഹാമർ ഉണ്ട്. ആൻഡിയുടെ കയ്യിൽ ബൈബിൾ ഉണ്ട്. അപ്പൊ ആ ബൈബിള് വാങ്ങിയിട്ട് നിന്റെ ഇഷ്ടപ്പെട്ട ബൈബിൾ വചനം ഏതാണ് എന്ന് നോർട്ടൺ ആൻഡിയോട് ചോദിച്ചു. ആൻഡി ഒരു വചനം പറഞ്ഞപ്പോൾ അത് ഏത് അധ്യായത്തിലേതാണ് എന്ന് നോർട്ടൺ പറഞ്ഞു. നോർട്ടൺ ആൻഡിയോട് വേറൊരു ബൈബിൾ വചനം പറഞ്ഞപ്പോൾ ആ വചനം ഏത് അധ്യായത്തിലേതാണ് എന്ന് ആൻഡിയും പറഞ്ഞു കൊടുത്തു. എന്താണ് ഇതൊക്കെ എന്ന് ആൻഡി ക്യാപ്റ്റനോട് ചോദിച്ചപ്പോൾ ആൻഡി പറയാണ്, എനിക്ക് റോക്സ് ഉപയോഗിച്ച് മിനിയേച്ചേഴ്സ് ആക്കാൻ ഇഷ്ടമാണ്, അതാണ് എന്റെ ഹോബി. ആൻഡിയുടെ ചുമരിൽ നടിയുടെ ചിത്രം കണ്ടിട്ട് നോർട്ടൺ പറയാണ്, ഇതിനൊന്നും ഇവിടെ അനുവാദമില്ല, എന്നാൽ ചില കാര്യങ്ങൾ ഞാൻ കണ്ണടക്കും, അതുകൊണ്ട് നിനക്കായി ഞാൻ ഇത് അനുവദിക്കും. എന്തായാലും ആ റോക്ക് ഹാമർ അവർക്ക് ആൻഡിയുടെ സെല്ലിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതെവിടെയാണ് ആൻഡി ഒളിപ്പിച്ചത് എന്ന് നമുക്ക് പോലും അറിയത്തില്ല. എന്തായാലും ആൻഡി ഒരു പാവമാണ്, ആള് അപകടകാരിയൊന്നുമല്ല എന്ന് അവർക്ക് മനസ്സിലായി. അതേപോലെ നോർട്ടൺ എന്ന ക്രൂരനായ ജയിൽ വാർഡൻ ആൻഡിയോട് നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നതും. എന്നാൽ അതിന് ഒരു കാരണം കൂടിയുണ്ട്. നോർട്ടൺ ഒരു ദിവസം ആൻഡിയെ തന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് ചോദിക്കാണ്, നീ ലോണ്ടറിയിലാണല്ലേ ജോലി ചെയ്യുന്നത്? നിന്നെ പോലെ നല്ല വിദ്യാഭ്യാസമുള്ളതും ബുദ്ധിശാലിയുമായ ജയിൽ പുള്ളി ലോണ്ടറിയിലല്ല ജോലി ചെയ്യേണ്ടത്. നീ ഇനി മുതൽ ലൈബ്രറിയിൽ ജോലി ചെയ്താൽ മതി. അപ്പോൾ ലൈബ്രറി മാനേജ് ചെയ്യുന്നത് നമ്മുടെ ബ്രൂക്സ് അപ്പൂപ്പനാണ്. ലൈബ്രറിയിൽ പോയപ്പോൾ ദാ ബ്രൂക്സ് അപ്പൂപ്പൻ വളർത്തുന്ന ജെയ്ക്ക് എന്ന പേരുള്ള പക്ഷി വലുതായത് നമുക്കിവിടെ കാണാം. 1905 ബ്രൂക്സ് അപ്പൂപ്പൻ ജയിലിലായത്. വർഷം 1912 ബ്രൂക്സ് അപ്പൂപ്പൻ ജയിലിലെ ലൈബ്രറിയൻ ആയത്. പക്ഷെ ഇത്രയും വർഷമായിട്ടും ആ ജയിലിൽ മറ്റൊരാൾ പോലും ലൈബ്രറിയിൽ ജോലി ചെയ്തിട്ടില്ല, ബ്രൂക്സ് അപ്പൂപ്പൻ അല്ലാതെ. പിന്നെ എന്തിനാണ് അവർ ആൻഡിയെ ലൈബ്രറിയിൽ അയച്ചത്? അതിന്റെ ഉത്തരം ദാ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടും. മിസ്റ്റർ ഡെക്കിൻസ് എന്ന ഓഫീസർ ആൻഡിയുടെ അടുത്തേക്ക് ലൈബ്രറിയിൽ വരികയാണ്. ടാക്സിനെ കുറിച്ച് ചോദിക്കാനും ടാക്സ് എങ്ങനെയൊക്കെ സേവ് ചെയ്യാം എന്നൊക്കെ ചോദിച്ചാണ് ഡെക്കിൻസ് ആൻഡിയുടെ അടുത്തേക്ക് വന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഓഫീസേഴ്സിന് മനസ്സിലായി ആൻഡി വളരെ ബുദ്ധിശാലിയായ ബാങ്കർ ആണ് എന്ന്. സോ അതിനു വേണ്ടി തന്നെയാണ് അവര് ആൻഡിയോട് നല്ല രീതിയിൽ പെരുമാറുന്നതും. അപ്പൊ ആൻഡിയെ ഓഫീസേഴ്സ് ഒക്കെ ബഹുമാനിക്കുന്നത് കണ്ടിട്ട് ആ കഥകളൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബ്രൂക്സ് അപ്പൂപ്പൻ മറ്റുള്ളവരോട് പറയാണ്. അപ്പൊ ആൻഡി അവരോട് പറയാണ്, പോലീസുകാരെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല, അവർക്ക് എന്നോട് റെസ്പെക്ട് ഒന്നുമല്ല, അവർക്ക് ഫിനാൻഷ്യൽ അഡ്വൈസ് കൊടുക്കാൻ ഒരു പെറ്റിനെ വേണം, അങ്ങനെയാണ് അവർ എന്നെ കാണുന്നത്, അല്ലാതെ ബഹുമാനം കൊണ്ടൊന്നുമല്ല എന്ന് ആൻഡി അവരോട് പറയാണ്. ഒരു ദിവസം നോർട്ടനോട് ആൻഡി ഒരു സഹായം ചോദിച്ചു. അതായത് നമ്മുടെ ജയിലിലെ ലൈബ്രറി ഒന്ന് വികസിപ്പിക്കാൻ കുറച്ച് ഫണ്ട് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടിയാൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പൊ നോർട്ടൺ പറയാണ്, അങ്ങനെ കിട്ടാൻ വഴിയില്ല, എന്നാൽ നിനക്ക് കത്തെഴുതാനുള്ള സംവിധാനം ഞാൻ ആക്കിത്തരാം എന്ന് നോർട്ടൺ ആൻഡിയോട് പറഞ്ഞു. അങ്ങനെ ആൻഡി ഗവൺമെന്റിന് എല്ലാ ആഴ്ചയും കത്തെഴുതാനായി തുടങ്ങി. പിന്നെ ആ ജയിലിലെ എല്ലാ ഓഫീസേഴ്സും ഇപ്പൊ ആൻഡിയുടെ അടുത്ത് ക്യൂ നിൽക്കലാണ് അവരുടെ ടാക്സ് ഫയൽ ചെയ്യാൻ വേണ്ടി. ആൻഡിയുടെ അസിസ്റ്റന്റ് ആയിട്ട് റെഡ് മച്ചാനും കൂടി. ഒരു ദിവസം പെട്ടെന്ന് അവര് ലൈബ്രറിയിലേക്ക് ചെന്നപ്പോ ദാ ബ്രൂക്സ് അപ്പൂപ്പൻ ഹേവുഡിന്റെ കഴുത്തിൽ കത്തി വെച്ചേക്കുന്നു. എന്താണ് കാരണമെന്ന് അറിയാമോ? 50 വർഷമായി ബ്രൂക്സ് അപ്പൂപ്പൻ ജയിലിൽ കിടക്കുന്നു. ആൻഡ് ഫൈനലി അപ്പൂപ്പന് ജാമ്യം കിട്ടി. എന്നാൽ 50 വർഷമായി ജയിലിൽ കിടന്ന ശീലമായ അപ്പൂപ്പന് ജയിലിൽ നിന്ന് പോകേണ്ട, ഇവിടെ തന്നെ കിടക്കണം. അതിനു വേണ്ടിയാണ് ഹേവുഡിന്റെ കഴുത്തിൽ അപ്പൂപ്പൻ കത്തി വെച്ചത്. ഞാൻ ഒരു കൊലപാതകം ചെയ്തിട്ട് എന്നിട്ട് എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം എന്നൊക്കെയാണ് അപ്പൂപ്പൻ പറയുന്നത്. എന്നാൽ സമാധാനത്തോടെ ആൻഡി ബ്രൂക്സ് അപ്പൂപ്പനെ കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ കത്തി മാറ്റുകയും സങ്കടത്തോടെ അപ്പൂപ്പൻ പൊട്ടിക്കരയാനും തുടങ്ങി. സോ ഇവിടെ റെഡ് അവരോട് പറയാണ്, ബ്രൂക്സ് 50 വർഷമായി ഈ ജയിലിൽ വരുമ്പോൾ എല്ലാവർക്കും ഭയമാണ്, എന്നാൽ പിന്നീട് ഇത് അവരുടെ ജീവിതമാവും. പിന്നീട് പുറം ലോകത്ത് പോയാൽ അവർക്ക് സാധാരണ രീതിയിൽ ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഒരു കിളവന്റെ മണ്ടത്തരമായിട്ട് തോന്നും, എന്നാൽ ഒരു ദിവസം നമ്മൾക്കും ഈ അവസ്ഥ ചിലപ്പോൾ ഉണ്ടാവും. അന്ന് ഈ ജയിൽ വിട്ടു പോകാൻ നിങ്ങളും മടിച്ചേക്കും എന്നൊക്കെ റെഡ് അവരോട് പറയണം. സോ ഇവിടെ സങ്കടത്തോടെ ബ്രൂക്സ് അപ്പൂപ്പൻ ജയിൽ വിടാനായി പോവുകയാണ്. അതിനു മുൻപ് ജെയ്ക്ക് എന്ന പക്ഷിയോട് അപ്പൂപ്പൻ പറയാണ്, ജെയ്ക്ക് നീ ഇനി ഫ്രീ ആണ്, നിനക്ക് പോകാം എന്ന് പറഞ്ഞ് ജെയ്ക്കിനെ പറത്തി വിട്ടു. സോ ഇവിടെ 50 വർഷങ്ങൾക്ക് ശേഷം ബ്രൂക്സ് അപ്പൂപ്പൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. 50 വർഷങ്ങൾക്ക് മുൻപ് നഗരം ഇങ്ങനെയല്ലായിരുന്നു. വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ നഗരത്ത് മുഴുവനും വാഹനങ്ങളാണ്. ബ്രൂവർ എന്ന സ്ഥലത്താണ് പ്രിസൺ ബോർഡ് ബ്രൂക്സിന് താമസം ഒരുക്കിയത്. അവിടെയുള്ള ഒരു ഗ്രോസറിയിലെ ജോലിയുമുണ്ട്. വൈകുന്നേരമായാൽ അപ്പൂപ്പൻ പുറത്ത് പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കാനായി പോകും. ഒരിക്കൽ എന്റെ ജെയ്ക്ക് എന്റെ അടുത്തേക്ക് വരുമെന്ന് കാത്ത് അപ്പൂപ്പൻ ഇരിക്കും. എന്നാൽ ജെയ്ക്ക് വന്നിട്ടില്ല. അവൻ എവിടെ ആയാലും അവൻ ഹാപ്പി ആയാൽ മതി എന്ന് അപ്പൂപ്പൻ പറയാണ്. എപ്പോഴും രാത്രി ഉറക്കത്തുനിന്ന് അപ്പൂപ്പൻ ഞെട്ടി എഴുന്നേൽക്കും. അങ്ങനെ ബ്രൂക്സിന് പുറം ലോകത്ത് എങ്ങനെയും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ
അവസ്ഥയാണ്. ഒന്നുമായിട്ടും അങ്ങേർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ ആവുന്നില്ല. അങ്ങനെ താൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു കത്തി കൊണ്ട് മുകളിൽ ബ്രൂക്സ് വാസ് ഹിയർ എന്ന് എഴുതി അവിടെ ബ്രൂക്സ് അപ്പൂപ്പൻ തൂങ്ങി മരിച്ചു. ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് തന്റെ ജയിലിലെ മേറ്റ്സിനായി അപ്പൂപ്പൻ കത്തെഴുതി അയച്ചിട്ടുമുണ്ടായിരുന്നു. അതിൽ ഹേവുഡിന്റെ കഴുത്തിൽ കത്തി വെച്ചതിന് സോറി എന്നും ബ്രൂക്സ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ബ്രൂക്സിന്റെ മരണ വാർത്ത കേട്ട് എല്ലാവർക്കും ശരിക്കും സങ്കടമായി. ഗൈസ്, അപ്പോ നമ്മൾ നേരത്തെ ആൻഡ് ഗവൺമെന്റിന് കത്തയക്കുന്നത് കണ്ടിട്ടില്ലേ, ലൈബ്രറി ഫണ്ടിന് വേണ്ടി? അത് 6 വർഷങ്ങൾക്ക് മുൻപാണ്. 6 വർഷങ്ങളായി ആൻഡി മുടങ്ങാതെ കത്തയക്കും. അങ്ങനെ 6 വർഷങ്ങൾക്ക് ശേഷം ആൻഡിക്ക് മറുപടി ലഭിച്ചു, അതായത് ജയിൽ ലൈബ്രറിക്കുള്ള ഫണ്ടുകൾ. അപ്പൊ അത് കണ്ടപ്പോ ആൻഡിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഇതിനായി ആൻഡി 6 വർഷം കാത്തിരിക്കേണ്ടി വന്നു. പിന്നെ ഒരു ദിവസം ആൻഡി ഒരു കുരുത്തക്കേട് ഒപ്പിച്ചു. ഓഫീസറിന്റെ മുറിയിലുള്ള സമയത്ത് ഓഫീസർ ടോയ്ലറ്റിൽ കയറി. അപ്പൊ അദ്ദേഹം ടോയ്ലറ്റിൽ കയറിയ സമയത്ത് അദ്ദേഹത്തെ പുറത്തുനിന്ന് ആൻഡി ലോക്ക് ചെയ്തു. എന്നിട്ട് അവിടുന്ന് ഒരു പാട്ട് പ്ലേ ചെയ്തു, മൈക്ക് ഓൺ ചെയ്തു. അപ്പൊ ഈ ജയിൽ പുള്ളികൾ പാട്ടൊക്കെ കേട്ട് ഒരുപാട് കാലമായി. അങ്ങനെ അവര് പാട്ട് കേട്ട് അന്തം വിട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ്. നല്ല മനോഹരമായ ഗാനം. ആൻഡി ഓഫീസേഴ്സിന്റെ മുറിയിൽ കാലും കയറ്റി വെച്ചിരിക്കുന്നു ആ പാട്ട് കേട്ടിട്ട്. നോർട്ടൻ അവിടെ വന്ന് ആൻഡിയോട് കഥക് തുറക്കാനായി പറഞ്ഞു. എന്നാൽ ആൻഡി മൈൻഡ് ചെയ്യാതെ റേഡിയോന്റെ സൗണ്ട് വീണ്ടും കൂട്ടി. അങ്ങനെ ദേഷ്യത്തിൽ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ച് ക്യാപ്റ്റൻ കഥക് തുറന്നു. അപ്പൊ ആൻഡിയുടെ ഈ ഒരു വികൃതിക്ക് അവരെ ആൻഡി ഇരുട്ട് സെല്ലിൽ 2 ആഴ്ച അടച്ചു. ആ ഇരുട്ട് സെല്ലിൽ ഒരാഴ്ച കിടക്കുന്നത് 1 വർഷം കിടക്കുന്നത് പോലെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തായാലും ആൻഡി ആ ജയിൽ പുള്ളികളുടെ കണ്ണിൽ ശരിക്കും ഒരു ഹീറോ തന്നെയാണ്. സോ ഇവിടെ നമ്മുടെ റെഡ് മച്ചാന് 30 വർഷമായി ജയിലിലായിട്ട്. അപ്പൊ 30 വർഷത്തിന്റെ ഒരു ഇന്റർവ്യൂ നമുക്ക് കഥയുടെ തുടക്കത്തിൽ കണ്ടിട്ടില്ലേ, അത് 10 വർഷം മുൻപാണ്. അതേ ചോദ്യങ്ങൾ, അതേ മറുപടി. അവര് റെഡിനെ വീണ്ടും റിജക്ട് ചെയ്തു. സ്വാഭാവികം. ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കൽ ഈ ജയിലിൽ വന്നാൽ പിന്നെ ഒരു തിരിച്ചുപോക്കുണ്ടാവില്ല. ഇനി അഥവാ തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബ്രൂക്സ് അപ്പൂപ്പനൊക്കെ പോയതുപോലെ കിളവനായിട്ടായിരിക്കും. അതിനേക്കാൾ നല്ലത് ഇതിന്റെ അകത്തുനിന്ന് തന്നെ ചാവുന്നതാണ്. ഗൈസ്, പിന്നെ നമ്മുടെ ആൻഡി ആണെങ്കിൽ കത്ത് എഴുതുന്നു നിർത്തിയിട്ടില്ല. പല ആൾക്കാർക്ക് ഫണ്ടിനായി ആൻഡി കത്ത് എഴുതിക്കൊണ്ടേ നിന്നു. അവർ ഫണ്ട് അയക്കുകയും ചെയ്തു. അങ്ങനെ ആൻഡി കാരണം ആ ജയിലിലെ ലൈബ്രറി അടിപൊളിയായിട്ട് തന്നെ വികസിച്ചിട്ടുണ്ട്. സോ ആൻഡിക്കാണ് ഫുൾ ക്രെഡിറ്റ്. പിന്നെ ഗൈസ്, ജയിൽ വാർഡനായ നോർട്ടൻ വളരെ ക്രൂരനാണ്. പക്ഷെ അദ്ദേഹം നമ്മുടെ ആൻഡിയോട് മാത്രം നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നോർട്ടൻ വലിയ തുകകളൊക്കെയാണ് കൈക്കൂലിയായി വാങ്ങുന്നത്. അപ്പൊ അതിന്റെയൊക്കെ കണക്കും ടാക്സും ഒക്കെ റെഡിയാക്കുന്നത് ആൻഡിയാണ്. ആൻഡിക്ക് മാത്രമേ നോർട്ടൻ ഇതൊക്കെ എവിടെയാണ് സൂക്ഷിക്കുന്നത് എന്ന് അറിയത്തുള്ളൂ. നോർട്ടണിന്റെ ഓഫീസിൽ തന്നെയുള്ള ഒരു ഫ്രെയിമിന്റെ ബാക്ക് സൈഡിൽ ഒരു സീക്രട്ട് ലോക്കർ ഉണ്ട്. അതിലാണ് ഇതൊക്കെ നോർട്ടൺ സൂക്ഷിക്കുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പണമൊന്നും നോർട്ടൺ ഇപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല. നോർട്ടൺ റിട്ടയർ ആയാൽ മാത്രമേ ലക്ഷക്കണക്കിന് വരുന്ന ഈ ഡോളേഴ്സ് അങ്ങേരുടെ അക്കൗണ്ടിലേക്ക് ആക്കാൻ കഴിയത്തുള്ളൂ. ബുദ്ധിശാലിയായ ആൻഡി നോർട്ടന് വേണ്ടി സ്റ്റീവൻസ് എന്ന ഒരാളുടെ പേരിൽ ഫേക്ക് ആയിട്ടുള്ള ID കാർഡ്സ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൗണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉണ്ടാക്കി. എന്നാൽ അങ്ങനെ ഒരാൾ ഈ ലോകത്തില്ല. അതൊരു ഇമാജിനറി കഥാപാത്രം മാത്രമാണ്. ആ കഥാപാത്രത്തെ സൃഷ്ടിച്ചത് നമ്മുടെ ആൻഡിയാണ്. സോ സ്റ്റീവൻസ് എന്ന പേരിലാണ് ഈ പൈസയൊക്കെ പോകുന്നത്. നോർട്ടൻ ജോലിയിൽ നിന്ന് റിട്ടയർ ആവുമ്പോൾ ഈ പണമൊക്കെ നല്ല അടിപൊളിയായി വൈറ്റ് മണി ആയിട്ട് അദ്ദേഹത്തിന് കിട്ടും. അപ്പോ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് ആൻഡിയാണ്. സോ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ആൻഡിയോട് നോർട്ടന് ഒരു പ്രത്യേക ഇഷ്ടം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ആൻഡി റെഡിനോട് പറഞ്ഞപ്പോൾ റെഡ് ആൻഡിയോട് പറയാണ്, മോനെ, നിന്നെ ഞാൻ സമ്മതിച്ചു. നീ ആള് ഞാൻ വിചാരിച്ചതിനേക്കാൾ ബുദ്ധിശാലിയാണ്. വർഷം 1965 ടോമി എന്ന ഒരുത്തൻ ഷോഷാങ് ജയിലിലെത്തി. മോഷണ കേസിനാണ് ആള് ജയിലിലായത്. ടോമി ആളൊരു രസികനാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ജയിലിലെ എല്ലാവരുമായി ടോമി ഫ്രണ്ട്സ് ആയി. കാരണം നന്നായി ടോമി സംസാരിക്കും. പിന്നെ എപ്പോഴും തമാശ കഥകൾ പറഞ്ഞുകൊണ്ടേ നിൽക്കും. അങ്ങനെ ആളുകൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ് ടോമിയുടേത്. സോ ടോമി എന്ന ചെറുപ്പക്കാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുറത്ത് ആളുടെ പണി മോഷണമാണ്. എന്നാൽ ഇപ്പോൾ ആൾക്ക് പഠിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അപ്പൊ ആ ജയിലിൽ തന്നെ ഏറ്റവും അറിവും വിദ്യാഭ്യാസവും ഉള്ളത് ആൻഡിക്ക് തന്നെയാണ്. അപ്പൊ ഹൈസ്കൂൾ എക്സാമിനായി എന്നെയും പഠിപ്പിക്കാമോ എന്ന് ടോമി ആൻഡിയോട് സഹായം ചോദിച്ചു. ഞാൻ നിന്നെ പഠിപ്പിക്കാം, പക്ഷെ നിന്റെ ഒലപ്പ് കളിയാണെങ്കിൽ എനിക്ക് സമയം വേസ്റ്റ് ചെയ്യാൻ കഴിയില്ല. സർ, ഞാൻ ഉറപ്പായും നന്നായി പഠിക്കും, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്, എനിക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ല. അതൊരു പ്രശ്നം തന്നെയാണ്, സാരമില്ല, അതൊക്കെ ഞാൻ നിന്നെ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞു ടോമി ആൻഡി ABCD തൊട്ട് എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിക്കുകയാണ്. ടോമി നന്നായി
പഠിക്കുന്നുമുണ്ട്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വരെ ടോമി ആന്റിയുടെ സംശയങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ ടോമിയുടെ എക്സാം ഒക്കെ കഴിഞ്ഞു. ഒരു ദിവസം ടോമി റെഡിനോട് സംസാരിക്കാണ്. എനിക്ക് ആന്റി ഒരുപാട് ഇഷ്ടമാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഒന്ന് റെസ്പെക്ട് ചെയ്യാൻ തോന്നും. ബൈ ദ വേ അദ്ദേഹം എന്തിനാണ് ജയിലിലായത് എന്ന് റെഡിനോട് ടോമി ചോദിക്കുകയാണ്. അപ്പൊ റെഡ് പറയാണ്, ഒരു ഗോൾഫ് കളിക്കാരന്റെ കൂടെ അവന്റെ ഭാര്യ അവന് പിടികൂടി. അങ്ങനെ അവരെ രണ്ടുപേരും അവൻ വെടിവെച്ചു കൊന്നു. അങ്ങനെയാണ് അവൻ ജയിലിലായത്. അപ്പൊ അത് കേട്ടപ്പോ ടോമിയുടെ മുഖം ആകെ മാറി. സോ ഇവിടെ ആ ഒരു സംഭവത്തെ കുറിച്ച് ടോമി ആന്റിയോടും റെഡിനോടും പറയാണ്, 4 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു കാർ മോഷ്ടിച്ചതിനും തോമസ്റ്റൺ ജയിലിൽ കുറച്ച് മാസങ്ങൾ കിടന്നിരുന്നു. അവിടെ എന്റെ സെൽമേറ്റ് ആയിട്ടുണ്ടായത് എൽമോ ബ്ലാച്ച് എന്ന ഒരു സൈക്കോ കില്ലറാണ്. അവൻ പല മോഷണങ്ങളും കള്ളക്കടത്തുകളും നടത്തിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സ്ത്രീകളെ പീഡിപ്പിച്ചു കൊന്നിട്ടുമുണ്ട്. അവന് മനുഷ്യരെ കൊല്ലുന്നതൊക്കെ ഒരു ഹോബിയാണ്. അവൻ ഒരുപാട് സംസാരിക്കുമ്പോ വായ പൂട്ടില്ല. എപ്പോഴും എന്തെങ്കിലുമായി സംസാരിച്ചു കൊണ്ടേ നിൽക്കണം. എന്നാൽ ഒരു രാത്രി അവൻ എന്നോട് ഒരു സംഭവം പറഞ്ഞു. ഒരു ദിവസം ഞാൻ ഒരു ഗോൾഫ് കളിക്കാരന്റെ വീട്ടിൽ മോഷണത്തിന് പോയി. മോഷണത്തിന് ശേഷം അവനെയും അവൻ കിടക്ക പങ്കിടുന്ന മറ്റൊരു ആളുടെ ഭാര്യയും ഞാൻ വെടിവെച്ചു കൊന്നു. പക്ഷെ അതല്ല കോമഡി, അവരെ രണ്ടുപേരെയും ഞാൻ കൊന്നതിന് ശേഷം അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ആ സ്ത്രീയുടെ ഭർത്താവായ ഒരു പൊട്ടൻ ബാങ്കറിനെയാണ്. ഇതൊക്കെ ചിരിച്ചുകൊണ്ടാണ് എൽമോ എന്ന സൈക്കോ ടോമിയോട് പറയുന്നത്. അങ്ങനെ ഈ കഥ കേട്ട് ആന്റി ശരിക്കും ഷോക്കായി. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആന്റി ആരാണ് കൊലയാളി എന്ന് കണ്ടെത്തി. അതേപോലെ നമുക്കും ഇപ്പൊ മനസ്സിലായി ആന്റി അല്ല കൊന്നത്, ആന്റി ശരിക്കും നിരപരാധി തന്നെയാണ് എന്ന്. പക്ഷെ ഇവിടെ കോയിൻസിഡൻസ് ആയിട്ട് സംഭവിച്ച ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ആന്റിയുടെ കയ്യിലുള്ള അതേ തോക്ക് തന്നെയാണ് എൽമോ ബ്ലാച്ച് എന്ന സൈക്കോയുടെ കയ്യിലുമുള്ളത്. അതുകൊണ്ടാണ് ബുള്ളറ്റ് മാച്ച് ആയതും തെളിവുകളൊക്കെ ആന്റിക്ക് എതിരായതും. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ ആന്റി നോർട്ടന്റെ അടുത്ത് പോയിട്ട് പറയാണ്. എന്നാൽ ഇതൊക്കെ ടോമി വെറുതെ ഉണ്ടാക്കിയ കഥകൾ മാത്രമായിരിക്കും എന്നാണ് നോർട്ടൻ ആന്റിയോട് പറഞ്ഞത്. എന്നാൽ ആന്റി നോർട്ടനോട് പറയാണ്, അല്ല സാർ, ഇതൊക്കെ സത്യമാണ്. സാറ് പേടിക്കണ്ട, ഞാൻ പുറത്തെത്തിയാൽ സാറിന്റെ പൈസയെ കുറിച്ചൊന്നും ആരോടും ഒന്നും പറയത്തില്ല. അപ്പൊ അത് കേട്ടപ്പോ നോർട്ടന് ദേഷ്യം വന്നു. നീ എന്ത് ധൈര്യത്തിലെ എന്നോട് അങ്ങനെ പറഞ്ഞേ? നീ എന്നെ ഭീഷണിപ്പെടുത്താൻ മാത്രമായോ എന്നൊക്കെ പറഞ്ഞ് നോർട്ടൻ ആന്റിയെ ഓഫീസിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചു. മാത്രമല്ല ഇരുട്ടുമുറിയിൽ 1 മാസത്തേക്ക് ആന്റി അടക്കുകയും ചെയ്തു. ഒരു ജയിൽ പുലിയെ അടക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയതായിരുന്നു അത്. ഇതുവരെ ഒരു ജയിൽ പുലിയും 1 മാസം ഒന്നും അവിടെ അടച്ചിട്ടില്ല. മാക്സിമം 1-2 ആഴ്ച മാത്രം. എന്നാൽ നോർട്ടൻ ആന്റി 1 മാസമാണ് ഇരുട്ടുമുറിയിൽ അടച്ചത്. ഇവിടെ ടോമി എഴുതിയ എക്സാമിന്റെ റിസൾട്ട് വന്നു. അവർ അത് നോക്കിയപ്പോൾ ടോമി പാസ്സായിട്ടുണ്ട്. ഇരുട്ടുമുറിയിലുള്ള ആന്റിക്ക് ആ വിവരം ഒരു ഓഫീസർ അറിയിക്കുകയും ചെയ്തു. ഒരു രാത്രി ഒരു ഓഫീസർ ടോമിയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, വാർഡന് നിന്നെ കാണണം, അദ്ദേഹത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ടോമിയെ ജയിലിന്റെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. സാർ, എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? അദ്ദേഹം അവിടെയുണ്ട്, പോയിട്ട് സംസാരിക്കുക എന്ന് ഓഫീസർ ടോമിയോട് പറഞ്ഞു. നോർട്ടൻ ടോമിയോട് ചോദിക്കാണ്, നീ ആന്റിയോട് പറഞ്ഞതൊക്കെ സത്യമാണോ? അതെ സാർ, എല്ലാം സത്യമാണ്. ഞാൻ കോടതിയിൽ അതൊക്കെ പറയും. ആന്റി നിരപരാധിയാണ്. ചെയ്യാത്ത കുറ്റത്തിനാണ് അദ്ദേഹം ഇത്രയും വർഷം ജയിലിൽ കിടന്നത്. ഗുഡ്, വെരി ഗുഡ് എന്ന് പറഞ്ഞ് നോർട്ടൻ ടോമിയുടെ അടുത്തുനിന്ന് മാറി നിന്നു. അപ്പോതാ മുകളിൽ നിന്ന് ക്യാപ്റ്റൻ ടോമിയെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. ഇരുട്ടുമുറിയിൽ കിടക്കുന്ന ആന്റിയെ കാണാനായി നോർട്ടൻ ചെന്നു. എന്നിട്ട് പറയാണ്, നിന്റെ സ്റ്റുഡന്റ് ആയ ടോമി ജയിൽ ചാടാൻ ശ്രമിച്ചു. അവൻ അത്രയ്ക്കും വളർന്നു എന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. വേറെ വഴിയില്ലാത്തത് കാരണം അവനെ വെടിവെച്ച് കൊന്നുകളയേണ്ടി വന്നു. ഇതിൽ ചതിയുണ്ട് എന്ന് മനസ്സിലാക്കിയ ആന്റി, എനിക്ക് നീതി വേണം, ഞാൻ നീതി കിട്ടാൻ വേണ്ടി പോരാടും എന്നൊക്കെ നോർട്ടനോട് പറയാണ്. അപ്പൊ നോർട്ടൻ പറയാണ്, നീ ഒരിക്കലും നന്നാവത്തില്ല, നിന്നെ 1 മാസം കൂടി ഇവിടെ ഞാൻ അടക്കും. അങ്ങനെ ടോട്ടൽ 2 മാസമാണ് ആ ഇരുട്ടുമുറിയിൽ ആന്റി കിടന്നത്. അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഇവിടെ ആന്റിയും റെഡും സംസാരിക്കുകയാണ്. റെഡിനോട് ആന്റി ചോദിക്കാണ്, നിനക്ക് തോന്നുന്നുണ്ടോ നിനക്ക് എപ്പോഴെങ്കിലും ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുമെന്ന്? അപ്പൊ റെഡ് പറയാണ്, ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അത് ബ്രൂക്സ് ഇറങ്ങിയ പോലെയായിരിക്കും. അപ്പൊ ആന്റി പറയാണ്, ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ മെക്സിക്കോയില് സിഹോട്ടനോ എന്ന സ്ഥലത്തേക്ക് പോകും. അതൊരു മനോഹരമായ സ്ഥലമാണ്. അവിടെ ഞാൻ എന്നിട്ട് ഒരു പഴയ ബോട്ട് വാങ്ങി അത് നന്നാക്കും. എന്നിട്ട് ഒരു ഹോട്ടലും തുടങ്ങും. എല്ലാ സാധനങ്ങളും പെട്ടെന്ന് എത്തിക്കാൻ കഴിയുന്നത് നിനക്കല്ലേ? നീയും എന്റെ കൂടെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കുമെന്ന് ആന്റി റെഡിനോട് പറയുന്നുണ്ട്. എനിക്ക് തോന്നില്ല എനിക്ക് ഈ ജയിലിന്റെ പുറത്തിറങ്ങാൻ കഴിയുമെന്ന്. അഥവാ പുറത്തിറങ്ങിയാൽ പുറത്തെനിക്ക് അതിജീവിക്കാൻ കഴിയുമെന്നും തോന്നുന്നില്ല എന്ന് റെഡ് ആന്റിയോട് പറയാണ്. റെഡ്, നീ അഥവാ ഒരു ദിവസം പുറത്തിറങ്ങിയാൽ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമോ? ബക്സ്റ്റൺ എന്ന സ്ഥലത്തെ ഒരു ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തിട്ട് അവിടെ വലിയൊരു ഓക്ക് മരമുണ്ട്. ആ മരം നീ കണ്ടുപിടിക്കണം. അവിടെ ഒരു പെബിൾ ഉണ്ടാവും. അതിന്റെ താഴെയിൽ നീ കുഴിക്കണം. അവിടെ നിനക്കായി ഒരു വസ്തു ഞാൻ വെച്ചിട്ടുണ്ട്. അത് എന്താണ് ആന്റി എന്ന് റെഡ് ചോദിച്ചു. അത് നീ കണ്ടാൽ മാത്രമേ അറിയുകയുള്ളൂ എന്ന് ആന്റി റെഡിനോട് പറഞ്ഞിട്ട് പോവുകയാണ്. എന്തായാലും ആന്റിയുടെ ഇപ്പോഴത്തെ പെരുമാറ്റത്തിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. അതൊക്കെ കണ്ട് റെഡിന് പേടിയുമാവുന്നുണ്ട്. അപ്പൊ
അപ്പൊ ആൻഡിയുടെ മേൽ എപ്പോഴും ഒരു കണ്ണ് വേണം എന്ന് റെഡ് മറ്റുള്ളവരോട് പറയാണ്. അപ്പൊ ഹേവർഡ് പേടിച്ചിട്ട് ഒരു കാര്യം അവരോട് പറയാണ്, അതായത് ആൻഡി എന്നോട് 6 അടി നീളമുള്ള ഒരു കയറിന് ആവശ്യപ്പെട്ടു, എനിക്ക് ഇപ്പോ പേടിയാവുന്നു, അവൻ ബ്രൂക്സ് ചെയ്തതുപോലെ ചെയ്യുമോ എന്ന് ആലോചിച്ചിട്ട്. സോ അത് കേട്ടപ്പോ റെഡിനും പേടിയായി. ആൻഡി ഒരു ധൈര്യശാലിയാണ് എന്ന് അവർക്കറിയാം, എന്നാലും എല്ലാ മനുഷ്യർക്കും ഒരു ബ്രേക്കിംഗ് പോയിന്റ് ഉണ്ട്. ആൻഡി ഇപ്പോ വീണ്ടും നോർട്ടന്റെ കൂടെ തന്നെ ജോലിക്ക് കയറി, അതായത് അങ്ങേരുടെ കൈക്കൂലികളുടെ കണക്കൊക്കെ ശരിയാക്കുന്ന പണി. ആൻഡിയുടെ ആ ദിവസത്തെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോ നോർട്ടൺ പറയാണ്, അവിടെ എന്റെ കറുത്ത ഷൂസ് ഉണ്ട്, അത് പോളിഷ് ചെയ്തിട്ട് നീ സെല്ലിലേക്ക് പോയിക്കോളൂ. അങ്ങനെ ആൻഡി അദ്ദേഹത്തിന്റെ ഷൂസ് പോളിഷ് ചെയ്യുകയാണ്. ശേഷം ആൻഡി സെല്ലിലേക്ക് പോകുമ്പോൾ ആൻഡി റെഡിനെ നോക്കുന്നുണ്ട്. റെഡും ആൻഡിയെ ഒരു ഭയത്തോടെ നോക്കുന്നുണ്ട്. കാരണം ഇന്ന് രാത്രി സെല്ലിൽ നിന്ന് ആൻഡി എന്തെങ്കിലും അവിവേകം കാണിക്കുമോ എന്ന് ആലോചിച്ച് റെഡിന് നല്ല പേടിയുണ്ട്. സെല്ലിൽ കയറിയതിനു ശേഷം ആൻഡി ആ കയറും പിടിച്ച് ഇരിക്കുന്നത് കാണാം. ആൻഡി എന്തെങ്കിലും ചെയ്ത് കളയുമോ എന്ന് ആലോചിച്ച് റെഡ് ആ രാത്രി ഉറങ്ങിയിട്ടില്ല. നല്ല ഇടിയും മഴയുമുള്ള രാത്രിയായിരുന്നു അത്. ഓക്കെ, അടുത്ത ദിവസം രാവിലെ സൈറൻ അടിഞ്ഞു. എല്ലാവരും ഭക്ഷണം കഴിക്കാനായി സെല്ലിന്റെ പുറത്തിറങ്ങണം. അപ്പൊ എല്ലാവരും പുറത്തിറങ്ങി, ആൻഡി മാത്രം ഇറങ്ങിയിട്ടില്ല. ആൻഡി, നീ കുറേയായി ഞങ്ങളെ കളിപ്പിക്കുന്നു, ഇന്ന് നിന്റെ അന്ത്യമാണ് എന്ന് പറഞ്ഞ ഒരു ഓഫീസർ ആൻഡിയുടെ സെല്ലിന്റെ അടുത്തേക്ക് പോവുകയാണ്, ആൻഡിയെ ഇടിച്ച് പഞ്ഞിക്കിടാൻ വേണ്ടി. എന്നാൽ അദ്ദേഹം ആൻഡിയുടെ സെല്ല് നോക്കിയപ്പോൾ അതിൽ ആൻഡി ഇല്ല, അതായത് ആൻഡി ജയിൽ ചാടി. എന്നാൽ എങ്ങനെയാണ് ജയിൽ ചാടിയത് എന്ന് അവർക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. നോർട്ടൺ ആൻഡിക്ക് ഷൂസ് പോളിഷ് ചെയ്യാനായി രാത്രി കൊടുത്തിരുന്നു. അപ്പോ ഇവിടെ നോർട്ടണിന്റെ ഷൂസിന് പകരം ആൻഡിയുടെ വൃത്തിയില്ലാത്ത ഷൂസ് ആണ് അവിടെ ഉള്ളത്. അങ്ങനെ നോർട്ടൺ ദേഷ്യത്തിൽ മറ്റു ഓഫീസേഴ്സിനോട് പറയാണ്, ഇന്നലെ രാത്രി അവൻ സെല്ലിൽ കയറിയതാണ്, പിന്നെ അവൻ എവിടെയാണ് പോയത്? 42 മണിക്കൂറും 24 മണിക്കൂറൊന്നും സമയമില്ല, ഇപ്പോ എനിക്ക് അവനെ എന്റെ കൺമുന്നിൽ വേണമെന്ന് വളരെയധികം ദേഷ്യത്തിൽ നോർട്ടൺ ഓഫീസേഴ്സിനോട് പറയാണ്. ഓഫീസേഴ്സ് അന്വേഷിക്കാനായി പോവുകയും ചെയ്തു. ആൻഡിയുടെ ബെസ്റ്റ് ഫ്രണ്ട് റെഡ് ആണ് എന്ന് നോർട്ടൺ അറിയാം. സോ റെഡിനെ നോർട്ടൺ ആൻഡിയുടെ സെല്ലിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയാണ്, അവൻ എവിടെയാണ് പോയത് എന്ന് ചോദിച്ചിട്ട്. സർ, എനിക്കൊന്നും അറിയത്തില്ല, അവൻ എന്റെ ഫ്രണ്ട് തന്നെയാണ്, പക്ഷെ അവൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ദേഷ്യം പിടിച്ച് നോർട്ടൺ ആൻഡി നിർമ്മിച്ച ചെസ് പീസസ് ഒക്കെ എടുത്ത് വലിച്ചെറിയുകയാണ്. അത് എറിയുമ്പോൾ ചുമരിലുള്ള നടിയുടെ ചിത്രത്തിൽ ഹോള് വന്നു. ആ ചിത്രം മാറ്റിയപ്പോൾ ആൻഡി അവിടെ വലിയ ഒരു ടണൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുവഴിയാണ് ആൻഡി രക്ഷപ്പെട്ടത്. അത് കണ്ട് അവര് തന്നെ ഷോക്കായി. സോ 1966 അഥവാ 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ആൻഡി ഡുഫ്രെൻ എന്ന നമ്മുടെ കഥയിലെ ഹീറോ ജയിൽ ചാടി. പോലീസുകാർ ആൻഡി ചെന്ന വഴിയിലെ കൂടിയൊക്കെ തല കൂത്തി നിന്ന് അന്വേഷിച്ചു. എന്നാൽ അവർക്ക് ആൻഡിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആകെ കണ്ടെത്താൻ സാധിച്ചത് 6 ഇഞ്ചസ് മാത്രം വലുപ്പമുള്ള ഒരു റോക്ക് ഹാമറും ആൻഡിയുടെ മുഷിന വസ്ത്രങ്ങളും മാത്രമാണ്. റെഡ് നറേറ്റ് ചെയ്യാണ്, ഞാൻ കരുതിയത് റോക്ക് ഹാമർ ഉപയോഗിച്ച് ടണൽ ഉണ്ടാക്കാൻ 600 വർഷം എടുക്കുമെന്നാണ്, എന്നാൽ ആൻഡി വെറും 20 വർഷം കൊണ്ട് അത് ചെയ്തു. അപ്പോ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, വർഷങ്ങൾക്ക് മുൻപ് ആൻഡി തന്റെ റോക്ക് ഹാമർ കൊണ്ട് ചുമരിൽ തന്റെ പേര് എഴുതാൻ ശ്രമിച്ചു. അപ്പോഴാണ് അവിടുത്തെ ചുമര് ഇളകി വന്നത്. അപ്പൊ അത് കണ്ടപ്പോ ആൻഡിക്ക് മനസ്സിലായി ഈ ജയിലിലെ ചുമര് അത്ര ശക്തിയുള്ളതൊന്നുമല്ല. പിന്നെ ആൻഡിക്ക് ജിയോളജിയിൽ നല്ല അറിവുമാണ്, മണ്ണിനെ കുറിച്ചും കല്ലുകളെ കുറിച്ചും ഒക്കെ ആൻഡിക്ക് നന്നായി അറിയാം. അങ്ങനെ എല്ലാ ദിവസവും ആൻഡി അവിടുന്ന് കുഴിക്കുന്ന മണ്ണുകളൊക്കെ ആൻഡി തന്റെ പാൻസിന്റെ അകത്താക്കിയിട്ട് അടുത്ത ദിവസം അത് പുറത്തിടും. ആൻഡി ജയിൽ ചാടുന്ന ആ ദിവസം രാത്രി നോർട്ടണിന്റെ കണക്കുകളൊക്കെ എഴുതിയ ബുക്കല്ല ആൻഡി ലോക്കറിൽ വെച്ചത്. അത് ആൻഡി എടുത്തിട്ട് പകരം തന്റെ ബൈബിൾ ആണ് ആൻഡി ആ ലോക്കറിൽ വെച്ചത്. അത് നോർട്ടൺ ശ്രദ്ധിച്ചിട്ടുമില്ല. അതേപോലെ ആ രാത്രി സെല്ലിലേക്ക് പോകുമ്പോൾ ആൻഡി നോർട്ടണിന്റെ ഷൂസ് ആണ് ധരിച്ചത്. എന്നാൽ അതും ആരും ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ ആ രാത്രി ആ ടണൽ വഴി ആൻഡി രക്ഷപ്പെടുകയാണ്. തന്റെ കാലിൽ തന്റെ വസ്തുക്കളൊക്കെ ആ കയറ് കൊണ്ട് കെട്ടിയിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് ഹേവുഡിനോട് ആൻഡി കയറിന് ചോദിച്ചത്. ടണൽ വഴി പുറത്തിറങ്ങിയതിനു ശേഷം അവിടുന്ന് പുറത്തെത്താൻ വേണ്ടി ടോയ്ലറ്റ് വേസ്റ്റ് പോകുന്ന പൈപ്പിലേ പോകണം. രാത്രി നല്ല ഇടിയും മഴയും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ പൈപ്പ് പൊട്ടിക്കാനായിട്ട് ആൻഡി ചെയ്ത ഒരു സൂത്രം എന്തെന്ന് വെച്ചാൽ, ഇടിവെട്ടുന്ന സമയത്ത് അതിന്റെ സൗണ്ട് മാച്ച് ചെയ്ത് തന്റെ കയ്യിലുള്ള കല്ല് ഉപയോഗിച്ച് ആ പൈപ്പ് അടിച്ച് തകർക്കും. അങ്ങനെ ആ പൈപ്പ് പൊട്ടിച്ചതിന് ശേഷം 500 യാർഡ്സ് ഉള്ള ആ പൈപ്പിലെ ആൻഡി ഇഴഞ്ഞിഴഞ്ഞു പുറത്തെത്തി ആൻഡി തന്റെ മുഷിന വസ്ത്രമൊക്കെ അഴിച്ച് ആകാശത്ത് നോക്കി കൈ വിടർത്തി നിൽക്കുകയാണ്. അതായത് തനിക്ക് ഫ്രീഡം ലഭിച്ചു. ആ നൃത്തമാണ് ഇത്. ആൻഡി ഇപ്പൊ പുറത്തു പോയത് സ്റ്റീവൻസൺ എന്ന പേരിലാണ്. ഈ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരാളില്ല, അത് ആൻഡി തന്നെ ഉണ്ടാക്കിയ ഇമാജിനറി കഥാപാത്രമാണ്. എന്നാൽ ആ ആൾക്ക് ID കാർഡ്, പാസ്പോർട്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ട്. അപ്പോ ആ പേരിലാണ് ആൻഡി പുറത്തു പോയത്. പിന്നെ ആ പേരിലാണ് ആൻഡി നോർട്ടന്റെ കൈക്കൂലി പണമൊക്കെ വൈറ്റ് ആക്കാനെ അയച്ചിട്ടുള്ളത്. നോർട്ടൺ റിട്ടയർ ആയാലാണ് ആ പണം അദ്ദേഹത്തിന് കിട്ടുക. എന്നാൽ ഇപ്പോൾ സ്റ്റീവൻസൺ ആൻഡിയാണ്. ആൻഡി ബാങ്കിൽ പോയി ആ പണമൊക്കെ വിഡ്രോ ചെയ്തു. അതായത് ഇത്രയും വർഷം നോർട്ടൺ
നോർട്ടൺ വാങ്ങിയ കൈക്കൂലിയൊക്കെ ഇപ്പോൾ സ്വന്തമാക്കിയത് നമ്മുടെ ഹീറോ ആണ്. അതേപോലെ ജയിൽ നടക്കുന്ന കൈക്കൂലികളുടെ എല്ലാ കണക്കുകളും പിന്നെ കൊലപാതകങ്ങളുടെ ലിസ്റ്റും എല്ലാം ആന്റിയുടെ കയ്യിലുണ്ട്. അതൊക്കെ ആന്റി ഒരു പത്രപ്രവർത്തകന് മെയിൽ ചെയ്തു. അത് വാർത്തയിൽ അച്ചടിച്ചു വന്നു. അങ്ങനെ പോലീസ് നോർട്ടനെയും ക്യാപ്റ്റനെയും അറസ്റ്റ് ചെയ്യാനായി ജയിലിലേക്ക് പോവുകയാണ്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത് എന്നൊന്നും മനസ്സിലാവാതെ നോർട്ടൺ തന്റെ ലോക്കർ തുറന്നപ്പോൾ അതിൽ തന്റെ കണക്കുള്ള ബുക്കല്ല, പകരം ആന്റിയുടെ ബൈബിളാണ്. ആ ബൈബിൾ തുറന്നപ്പോൾ നോർട്ടനും മനസ്സിലായി ആന്റി ബൈബിളിന്റെ അകത്താണ് ആ റോക്ക് ഹാമർ ഒളിപ്പിച്ച് വെച്ചത് എന്ന്. പോലീസ് ആദ്യം തന്നെ ക്യാപ്റ്റനെ അറസ്റ്റ് ചെയ്തു. റെഡ് പറയാണ് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ പോലീസ് ക്യാപ്റ്റനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയ പെൺകുട്ടി കരയുന്നത് പോലെ ക്യാപ്റ്റൻ കരഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടായിരുന്നു. അതിനുശേഷം പോലീസ് നോർട്ടനെ അറസ്റ്റ് ചെയ്യാനായി അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോവുകയാണ്. എന്നാൽ നോർട്ടൺ തന്റെ തോക്കിൽ ബുള്ളറ്റ് ഒക്കെ ലോഡ് ചെയ്യുകയാണ്. അവർ വന്നാൽ അവരെ വെടിവെക്കാനായിരിക്കും അല്ലേ? എന്നാൽ അല്ല, അതായിരുന്നു മച്ചാന്റെ ആദ്യത്തെ പ്ലാൻ. എന്നാൽ അതെന്തായാലും നടക്കത്തില്ല. സോ നോർട്ടൺ എന്ന ക്രൂരനായ ജയിൽ വാർഡൻ സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്തു. ഇതൊക്കെ ചെയ്തു വെച്ച് നമ്മുടെ ആന്റി മച്ചാനും നാട് വിട്ടു. റെഡിനോട് പറഞ്ഞതുപോലെ ഒരു അടിപൊളി കാറും വാങ്ങി ആന്റി മെക്സിക്കോയിലെ സിഹോട്ടനോ എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ആന്റി പുറത്തെത്തിയതിനു ശേഷം റെഡിന് കത്തയച്ചിട്ടുമുണ്ട്. ആന്റി ജയിലിൽ നിന്ന് പോയെങ്കിലും ജയിൽ പുള്ളികളുടെ മനസ്സിൽ നിന്ന് ആന്റി പോയിട്ടില്ല. അവർക്ക് എല്ലാവർക്കും ആന്റി ഒരു ഹീറോ തന്നെയാണ്. അവർ എപ്പോഴും ആന്റിയുടെ കഥകൾ പറഞ്ഞു ചിരിക്കും. കാരണം അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെയാണ് ആന്റി ജയിലിൽ നിന്ന് ചെയ്തത്. പക്ഷെ നമ്മുടെ റെഡിനെ ആന്റി രക്ഷപ്പെട്ടതിൽ നല്ല സന്തോഷവുമുണ്ട്, എന്നാൽ അദ്ദേഹത്തിന് സങ്കടവുമുണ്ട്. തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ അദ്ദേഹത്തിന് മിസ്സാവുന്നുണ്ട്. സോ ഗൈസ്, നമ്മുടെ റെഡ് മച്ചാൻ ഇപ്പോൾ ജയിലിലായിട്ട് 40 വർഷമായി. അപ്പൊ എന്നത്തെയും പോലെ ഒരു കാര്യവുമില്ലാത്ത ആ ഇന്റർവ്യൂക്ക് റെഡ് പോവുകയാണ്. റെഡിന് അറിയാം എന്തായാലും അപ്രൂവ് ആവില്ല, റിജക്ട് ആവുമെന്ന്. അപ്പോ അതേ ചോദ്യങ്ങൾ ഓഫീസേഴ്സ് റെഡിനോട് ചോദിച്ചു. അതായത് നിങ്ങൾ റീഹാബിലേറ്റഡ് ആയോ എന്നൊക്കെ. എന്നാൽ ഇപ്രാവശ്യം റെഡ് മറ്റൊരു മറുപടിയാണ് കൊടുത്തത്. ഇതേ ചോദ്യം നിങ്ങൾ വർഷങ്ങളോളമായി ചോദിക്കുന്നു. എനിക്ക് ഇതേ ഉത്തരം മാത്രമേ ഉള്ളൂ. ഈ ജയിലിൽ ആകെ കുറ്റബോധമുള്ള ജയിൽ പുള്ളി ഞാനാണ്. 40 വർഷങ്ങൾക്ക് മുൻപ് എന്നിലെ ചെറിയ പയ്യൻ ചെയ്ത ഒരു മണ്ടത്തരം, അത് ആലോചിച്ച് ഞാൻ കുറ്റബോധം കൊള്ളാത്ത ഒരു ദിവസം പോലുമില്ല. എന്നാൽ നിങ്ങൾ വെറുതെ എന്നോട് ചോദ്യം ചോദിച്ച് സമയം കളയണ്ട. ആ പേപ്പറിൽ റിജക്റ്റ് എന്ന് എഴുതി എന്നെ പറഞ്ഞയച്ചേക്ക്. എനിക്ക് സങ്കടമൊന്നുമില്ല. വെറുതെ ഫോർമാറ്റിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതൊക്കെയാണ് റെഡ് കൊടുത്ത മറുപടി. എന്നാൽ ഇപ്രാവശ്യം അവര് റിജക്റ്റ് അല്ല, അപ്രൂവ് ആണ് ചെയ്തത്. അതായത് 40 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ റെഡ് മച്ചാൻ ജയിലിൽ നിന്നും മോചിതനായി. ജയിൽ മോചിതനായ റെഡിനെ അവർ അയച്ചത് ബ്രൂക്സ് അപ്പൂപ്പൻ താമസിച്ച അതേ റൂമിലേക്ക് തന്നെയാണ്. അവിടെ ബ്രൂക്സ് വാസ് ഹിയർ എന്ന് എഴുതിയ ബ്രൂക്സ് ആത്മഹത്യ ചെയ്ത സ്ഥലം റെഡ് കണ്ടു. ബ്രൂക്സ് അപ്പൂപ്പൻ ജോലി ചെയ്ത അതേ സൂപ്പർ മാർക്കറ്റിൽ തന്നെയാണ് റെഡിനും ജോലി കിട്ടിയത്. ജോലി ചെയ്യുന്ന സമയത്ത് മാനേജറിനോട് സർ ഞാൻ ഒന്ന് ടോയ്ലറ്റിൽ പോയിക്കോട്ടെ എന്ന് സമ്മതം ചോദിക്കും. അപ്പൊ മാനേജർ പറയാണ് താങ്കൾ എന്നോട് സമ്മതം ചോദിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് പോകാം. അപ്പൊ റെഡ് സ്വയം പറയാണ് ഇത്രയും വർഷം പേടിച്ച് ജീവിച്ചു, ചെയ്യുന്ന എല്ലാ കാര്യത്തിലും സമ്മതം ചോദിച്ചു. എന്നാൽ ഇപ്പോൾ എനിക്ക് ഇങ്ങനെ സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്നില്ല. എനിക്ക് ജയിൽ ജീവിതം തന്നെയാണ് വേണ്ടത്. പുറം ലോകത്തെ ജീവിതം ബുദ്ധിമുട്ടാണ്. എനിക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയത്തില്ല. എനിക്ക് ഭയന്ന് ജീവിക്കണം. ഇതൊക്കെ പറഞ്ഞ് ഒരു പോൺ ഷോപ്പിലേക്ക് പോവുകയാണ്. അവിടെ ഒരുപാട് തോക്കുകളുമുണ്ട്, ഒരുപാട് കോമ്പസുകളുമുണ്ട്. അതായത് നമ്മുടെ ബ്രൂക്സ് അപ്പൂപ്പൻ ചെയ്തതുപോലെ ചെയ്യണം എന്നാണ് ഇപ്പോൾ റെഡിന്റെയും മനസ്സിലുള്ളത്. കാരണം ഈ ജീവിതം അദ്ദേഹത്തിന് അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് തന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് കൊടുത്ത വാക്ക് പാലിക്കണം. അതായത് ബക്സ്റ്റൺ എന്ന സ്ഥലത്ത് പോയിട്ട് അവിടെയുള്ള ഓക്ക് മരം കണ്ടെത്തി അവിടെ കുഴിച്ച് അവിടെ എന്താണ് ഉള്ളത് എന്ന് റെഡ് കണ്ടെത്തണം. സോ റെഡ് ബോക്സ്റ്റണിലെത്തി ആ മരം കണ്ടെത്തി. അതേപോലെ അവിടെ നിന്ന് നമ്മുടെ ആന്റി വെച്ച ഒരു എൻവലപ്പ് ഉണ്ട്. ആ എൻവലപ്പിൽ ഒരു കത്തും അതേപോലെ കുറച്ച് കാശുമുണ്ട്. അപ്പൊ ആ കത്തിൽ ആന്റി എഴുതിയത് എന്റെ സുഹൃത്ത് ഇത്രയും ദൂരെ വന്നു അല്ലെ, എന്നാൽ ഇനിയും ദൂരെ സഞ്ചരിക്കാനായിട്ടുണ്ട്. അതായത് ആന്റി റെഡിനെ മെക്സിക്കോയിലേക്കാണ് ക്ഷണിച്ചത്. സോ ഇവിടെ ബ്രൂക്സ് കേറിയതുപോലെ കത്തിയുമായി മുകളിലേക്ക് കയറുന്നത് കാണാം. അപ്പൊ അവിടെ ബ്രൂക്സ് വാസ് ഹിയർ എന്ന തൊട്ടടുത്ത് സോ വാസ് റെഡ് എന്നും റെഡ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ റെഡ് ആന്റിയുടെ അടുത്തേക്ക് യാത്ര പോവുകയാണ്. അവിടെ എത്തിയപ്പോൾ ദാ ആന്റി പറഞ്ഞതുപോലെ ഒരു പഴയ ബോട്ട് ആന്റി റിപ്പയർ ചെയ്യുന്നു. ഇനിയുള്ള കാലം അവർ ഇവിടെ അവരുടെ ബോട്ടും ഹോട്ടലും നോക്കി അവര് സന്തോഷത്തോടെ ജീവിക്കും. അങ്ങനെ കഥയുടെ അവസാനം അവര് രണ്ടുപേരും കണ്ടുമുട്ടുകയാണ്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്.